പറമ്പിക്കുളത്തെ ആദിവാസികൾക്ക് കേരളത്തിലേക്ക് വരാൻ പെർമിറ്റ് എടുക്കണമെന്ന തീരുമാനം തമിഴ്നാട് വനംവകുപ്പ് താൽക്കാലികമായി മരവിപ്പിച്ചു. നെന്മാറ MLA കെ പ്രേമൻ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പറമ്പിക്കുളത്തേക്ക് കേരളത്തിനകത്തുകൂടെ റോഡ് വേണമെന്ന ആവശ്യത്തിന് പരിഹാരമായില്ല. പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിലാണ് പറമ്പിക്കുളം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ച് വേണം പറമ്പിക്കുളത്തെത്താൻ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനകത്തും സമീപ പ്രദേശങ്ങളിലുമായി നൂറുകണക്കിന് ആദിവാസികളാണ് ജീവിക്കുന്നത്. ഇവർക്ക് സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്കും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കും എത്താൻ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്ന് 65 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഇത്രയും നാൾ തമിഴ്നാട് വനം വകുപ്പ് യാത്രയ്ക്ക് തടസ്സം നിന്നിരുന്നില്ല. പറമ്പിക്കുളത്തേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്കാണ് പെർമിറ്റ് എടുക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പറമ്പിക്കുളത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് കേരളത്തിലേക്ക് കടക്കാൻ തമിഴ്നാടിന്റെ ആനമല ചെക്ക് പോസ്റ്റിൽ പണമടച്ച് പെർമിറ്റ് എടുക്കണമെന്ന നിബന്ധന വെച്ചു. ഇത് ആദിവാസികളുടെ സഞ്ചാരത്തെ ബാധിക്കും എന്ന് വന്നതോടെയാണ് നിയുക്ത നെന്മാറ MLA കെ പ്രേമന്റെ നേതൃത്വത്തിൽ ആനമല റേഞ്ച് ഓഫീസറുമായി ചർച്ച നടത്തിയത്. ചർച്ചയ്ക്കൊടുവിൽ നിബന്ധനയിൽ ഇളവ് വരുത്താൻ തമിഴ്നാട് വനം വകുപ്പ് തയ്യാറായി. അക്ഷയ കേന്ദ്രം, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കലക്ടറേറ്റ്, ആശുപത്രി, ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ഉൾപ്പെടെ താഴെ വരണം. എത്ര 1000 ആൾക്കാരുണ്ട് അവിടെ. 200 വീട്ടുകാർക്ക് താഴെ വരണം. അതിനുള്ള സൗകര്യം നമുക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പരിഗണിക്കും. ഇനിയിപ്പോൾ നമ്മൾ തർക്കിക്കേണ്ട കാര്യം ഇപ്പോൾ വന്നിട്ടില്ല. മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ തിരുചന്ദ്രൻ, വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും നേരിട്ട് പറമ്പിക്കുളത്തേക്ക് റോഡ് വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വനത്തിലൂടെ റോഡ് വെട്ട് സമരം നടത്തിയിരുന്നു. ഇതുവഴി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. മീഡിയ 1 പാലക്കാട്.